ഉത്തർപ്രദേശിൽ മായാവതിയും അഖിലേഷ് യാദവും മഹാസഖ്യം പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കും. കോൺഗ്രസുമായി സഖ്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേത്തിയിലും കോൺഗ്രസിനെതിരെ മത്സരിക്കില്ല. ബിജെപി അധികാരത്തിലെത്തുന്നത് തടയാനാണ് സഖ്യം. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി പറഞ്ഞു. ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മായാവതിയും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ BSP-SP സഖ്യപ്രഖ്യാപനം നടത്തിയത്. ബിജെപിയുടെ ദുഷ്ഭരണം നിർത്തലാക്കാനും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുമാണ് സഖ്യം. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 സീറ്റിൽ വീതം ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കും. ബാക്കി വരുന്ന 4 സീറ്റിൽ 2 അജിത് സിംഗിന്റെ RLDക്കും 2 കോൺഗ്രസിനും നൽകും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ മണ്ഡലങ്ങളായ റായ്ബറേലി, അമേധി എന്നിവയിൽ സഖ്യം മത്സരിക്കില്ല. പക്ഷേ കോൺഗ്രസുമായി സഖ്യമില്ല. അഴിമതി പാർട്ടിയായ കോൺഗ്രസിനെ ഒപ്പം ചേർക്കാനാകില്ലെന്നും മായാവതി പറഞ്ഞു. ബിജെപി ജാതിയടിസ്ഥാനത്തുള്ള പാർട്ടിയായി മാറി. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി വ്യക്തമാക്കി. आज बहुजन समाज पार्टी और समाजवादी पार्टी के दोनों नेशनल प्रेसिडेंट की, मुखिया की ये संयुक्त व खासकर प्रधानमंत्री श्री नरेंद्र मोदी की तथा बीजेपी के राष्ट्रीय अध्यक्ष श्री अमित शाह की, अर्थात इन दोनों गुरु व चेले की नींद उड़ाने वाली अति महत्वपूर्ण एवं ऐतिहासिक प्रेस कॉन्फ्रेंस हो रही है. യുപിയിൽ ബിജെപിയെ തോൽപ്പിച്ച മോദി അധികാരത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും അഖിലേഷ് വ്യക്തമാക്കി. 2019 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യം തുടരുമെന്നും ഇരുവരും അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഭിന്നിപ്പിന് ശേഷമാണ് സമാജ്വാദിയും BSPയും ബിജെപിക്കെതിരെ കൈകോർക്കുന്നത്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിയെഴുതുന്ന രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിനെ അവഗണിച്ചു എന്നതും ശ്രദ്ധേയമായി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ബാബറി മസ്ജിദ് തകർത്ത് വിജയമാഘോഷിച്ച ബിജെപിയെ അതേ വർഷം ഉത്തർപ്രദേശിൽ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് BSP-SP സഖ്യത്തിന്. ഏറ്റവും വലിയ ഹിന്ദു ഭൂമിയായി ബിജെപി വിലയിരുത്തുന്ന യുപിയിൽ മഹാസഖ്യം വീണ്ടും എത്തുമ്പോൾ മോദിയുടെ 2ാം പ്രധാനമന്ത്രി മോഹമാണ് തടയപ്പെടുന്നത്. മായാവതി അഖിലേഷ് സഖ്യവുമായി മത്സരിച്ചാൽ ബിജെപി 10 സീറ്റിൽ മാത്രമായി ചുരുങ്ങുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യമെന്ന് ബിജെപി വിമർശിച്ചു. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ 116 സീറ്റ് മാത്രമുണ്ടായിരുന്ന ബിജെപിയെ 2014 284 സീറ്റിലേക്ക് ഉയരാൻ സഹായിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായ SP സമാജ്വാദി ഭിന്നിപ്പും കോൺഗ്രസിനോടുള്ള എതിർപ്പും ബിജെപിക്ക് ഗുണകരമായി. ആ സാഹചര്യമാണ് മായാവതി അഖിലേഷ് സഖ്യത്തോടെ ഇല്ലാതാകുന്നത്. 71 സീറ്റ് ലഭിച്ച ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ 2014 34 സീറ്റിൽ BSP 2ാം സ്ഥാനത്തും SP 36 സീറ്റിൽ 2ാം സ്ഥാനത്തും എത്തി. ഇരു ബാങ്കുകളും ഒന്നിക്കുന്നതോടെ നിലവിലെ വോട്ട് ഷെയർ അനുസരിച്ച് ബിജെപിക്ക് 40 മുതൽ 50 വരെ സീറ്റുകൾ 2019 നഷ്ടമാകും. 2009 സമാനമായി 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല. സഖ്യത്തിനാകട്ടെ 78 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച രാമക്ഷേത്ര വിഷയത്തിലൂടെ ബിജെപി ആഞ്ഞടിച്ച 1993 അതിന് തടയിട്ടത് അക്കാലത്തുണ്ടായ BSP-SP സഖ്യമായിരുന്നു. 1993 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിച്ച BSPക്ക് 164ഉം SPക്ക് 256 സീറ്റും ലഭിച്ചു. പാർട്ടി അധ്യക്ഷനായിരുന്ന മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രിയായി. പക്ഷേ 18 മാസത്തിനു ശേഷം സഖ്യം പിളർന്നു. ഇത്തവണ മായാവതി ഉയർത്തിക്കാണിച്ചാണ് SP സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മായാവതി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന ചില സൂചനകൾ പോലും അഖിലേഷ് നൽകിയത് സഖ്യത്തിന്റെ പഴയകാല അനുഭവത്തിൽ നിന്നാകാം. ഇരുവിഭാഗവും ഒന്നിച്ചു മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപിയെ പരാജയപ്പെടുത്താനായതും അഖിലേഷിനും മായാവതിക്കും ഊർജം പകരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല, അയോധ്യ വിഷയങ്ങൾ പരാമർശിക്കാതെ ബിജെപിയുടെ രാഷ്ട്രീയ പ്രമേയം.
ശബരിമല സുവർണ അവസരമാണെന്ന് സംസ്ഥാന ബി.ജെ.പി. പറയുമ്പോൾ ദേശീയ നേതാക്കളുടെ പ്രസംഗത്തിലും പ്രമേയത്തിലും ശബരിമലയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. ഇതോടെ ശബരിമല വിഷയം എന്തുകൊണ്ട് പ്രമേയത്തിൽ ഉൾപ്പെട്ടില്ലെന്ന് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ടി വരും. അയോധ്യ വിഷയം കൈകാര്യം ചെയ്യുന്നതിലെ ആശയക്കുഴപ്പം മൂലമാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ നിന്ന് അയോധ്യ വിഷയം ഒഴിവാക്കിയതെന്നാണ് സൂചന. ബി.ജെ.പി. നേതാക്കൾ ശബരിമല വിവാദങ്ങൾ സുവർണാവസരമെന്ന് ആവർത്തിക്കുമ്പോഴാണ് ദേശീയ കൌൺസിലിന്റെ പ്രസംഗങ്ങളിലും രാഷ്ട്രീയ പ്രമേയത്തിലും ശബരിമല വിഷയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പരാമർശിക്കപ്പെടാതെ പോയത്. പൗരത്വ ഭേദഗതി നിയമം, ബംഗാളിലെ തൃണമൂൽ അക്രമങ്ങൾ, ഇങ്ങനെ ചില വിഷയങ്ങൾ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടപ്പോഴും നേതാക്കൾ ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ശബരിമല വിഷയത്തിൽ കേരളത്തിൽ സമരവുമായി നടക്കുന്ന ബി.ജെ.പി. നേതാക്കൾ ദേശീയ കൌൺസിലിന്റെ ഈ നിലപാടോടെ വെട്ടിലായി. അണികളോട് നേതാക്കൾക്ക് സംഭവത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. അയോധ്യ വിഷയത്തിലും പ്രമേയം മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പിൽ അയോധ്യ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിലെ അവ്യക്തതയാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ക്ഷേത്ര നിർമ്മാണം വൈകുന്നതിന് പിന്നിലെ കാരണം, ഓർഡിനൻസ് ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറുപടിയില്ലാതെ ഇനിയും ഉറപ്പുകൾ നൽകിയാൽ തീവ്ര ഹിന്ദു വോട്ടുകളിൽ കുറവുണ്ടാകും. ഇത് മുന്നിൽ കണ്ടാണ് അയോധ്യ വിഷയത്തിൽ പ്രമേയം ബോധപൂർവം മൗനം പാലിച്ചത്. അയോധ്യ, ശബരിമല വിഷയങ്ങളിൽ യാതൊരു ഉറപ്പും നൽകാതെ ഈ വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുകയും ചെയ്യുക എന്ന വർഗീയ ധ്രുവീകരണ മാർഗമായിരിക്കും ഇരു വിഷയങ്ങളിലും ബി.ജെ.പി. കൈക്കൊള്ളുക എന്ന് ഇതോടെ വ്യക്തമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ സിബിഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് എ.കെ. പട്നായിക്. അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും സിവിസി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ല എന്നും എ.കെ. പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം സിബിഐ റദ്ദാക്കി. അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള ജസ്റ്റിസ് എ.കെ. പട്നായിക് രംഗത്ത് വന്നതോടെ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ. ഇത്രയും തിരക്കുപിടിച്ച് അലോക് വർമ്മയെ മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നാണ് പട്നായിക്കിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. എന്നാൽ രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച് 2 പേജ് തനിക്ക് നൽകുകയായിരുന്നുവെന്നും ജസ്റ്റിസ് എ.കെ. പട്നായിക് വ്യക്തമാക്കി. CVC റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ 10-ലേറെ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ അതിൽ പലതിനും തെളിവുകളില്ലെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കിയതിലൂടെ മോദി പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതായി പട്നായിക് ചൂണ്ടിക്കാണിച്ചു. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം CBIയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. അലോക് വർമ്മ 2ാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദേബിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കിയതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ CBI ഡയറക്ടറുടെ പട്ടികയിൽ നിന്ന് കേരള DGP ലോക്നാഥ് ബെഹ്റ പുറത്തായെന്ന് സൂചന. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം YC മോദി പട്ടികയിൽ തുടരുന്നു. അലോക് വർമ്മയ്ക്ക് പകരം ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. പുതിയ CBI ഡയറക്ടറെ നിയമിക്കാനായുള്ള ഉന്നതതല സമിതി യോഗം ഈ മാസം തന്നെ നടക്കും. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെയേ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയത്തിന് പട്ടിക കൈമാറിയിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ പുറത്തായെന്നാണ് സൂചന. ഇപ്പോഴുള്ള പട്ടികയിൽ 9 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. ഇതിൽ 3 പേരുടെ പേരുകളാണ് ഉന്നതതല സമിതിയുടെ പരിഗണനയിൽ വരിക. പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണുള്ളത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇപ്പോഴുമുണ്ട്. YC മോദിക്ക് പുറമെ രാജേഷ് രഞ്ജൻ, ജവീദ് അഹമ്മദ്, വിവേക് ജോഹ്രി, OP ഗൽഹോത്ര, അരുൺ കുമാർ, റൈന മിത്ര, രജനീകാന്ത് മിശ്ര, SS ദേശ്വൽ എന്നിവരാണ് പട്ടികയിലുള്ളത്.
FIR രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി വിധി നിലവിലെ CBI ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇതോടെ ഒരു തരത്തിലും അസ്താനയെ പറ്റുന്നുറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകൾ തുടരുന്നു. ആലപ്പാട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. പ്രദേശവാസികളുടെ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച യോഗം. ആലപ്പാട് മേഖലയിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശകൾ പരിശോധിച്ച് യുക്തമായ നടപടിയിലേക്ക് പോകാനാണ് സർക്കാരിന്റെ ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചു. ബുധനാഴ്ചയായിരിക്കും യോഗം നടക്കുക. ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ വകുപ്പിനും പറയാനുള്ളത് മുഖ്യമന്ത്രി കേൾക്കും. തുടർന്നാകും അനന്തര നടപടിയിലേക്ക് കടക്കുക. നിലവിൽ സമരം നടത്തുന്നവരുമായി ചർച്ചയ്ക്ക് വ്യവസായ വകുപ്പ് മുൻകൈയെടുക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. ജനങ്ങളൊരു ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. നജാറി ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവർ ഉത്തരവാദിത്വമില്ലാതെ അവിടെ മൈനിങ് നടത്തിക്കൂടാ. കര പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടത്തണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അത് ഗവൺമെൻറ് ആ കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് ഗവൺമെൻറ്. ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഖനനം അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി ജി സുധാകരനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം, കുഴിക്കേണ്ട കാര്യമില്ല. ആലപ്പാട്ട് ഖനന വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചിലർ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയം സർക്കാർ രമ്യമായി പരിഹരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെൻറ്. ഭൂമി നഷ്ടപ്പെടുന്നതോ ഒക്കെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവനത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് അതിന് നിയമസഭാ കമ്മിറ്റി ചില ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് രമ്യമായി സർക്കാർ ഒരു തീരുമാനമെടുക്കും. പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ച് കരിമണൽ ഖനനം നടത്തുന്നുവെന്നാണ് സമരക്കാരുടെ പ്രധാന ആരോപണം. ഇക്കാര്യവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ സംഘപരിവാർ അനുകൂല പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് AK ആന്റണി. സുപ്രീം കോടതി ശബരിമല കേസിൽ പുറപ്പെടുവിച്ച വിധിന്യായം തെറ്റാണെന്ന് AK ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന വിധിയെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് വിഷയത്തിൽ AK ആന്റണി സ്വീകരിച്ചത്. കോടതി വിധി പുനഃപരിശോധിക്കാനിരിക്കെയാണ് സംഘപരിവാർ നിലപാടുകളുടെ ന്യായീകരണമെന്നപ്പോൾ ആന്റണി രംഗത്ത് വന്നത്. സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായും തള്ളിയ AK ആന്റണി രാജ്യത്തെ ആചാരങ്ങളെ ഒരു കൽപ്പനയിലൂടെ സുപ്രീം കോടതി ഒന്നാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും പറഞ്ഞു. ഇന്ത്യ ജനങ്ങൾ വ്യത്യസ്തരാണ്. വ്യത്യസ്ത ആചാരങ്ങൾ ഒന്നല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, ലക്ഷക്കണക്കിന് വ്യത്യസ്തകൾ രാജ്യത്തുണ്ട്. ഈ വ്യത്യസ്തകളെല്ലാം കൂടി ഒരു ദിവസം ഒരു കൽപ്പനയിൽ കൂടി ഒന്നാക്കാൻ തീരുമാനിച്ചാൽ നടക്കില്ല. യുവതീ പ്രവേശന വിധി ആദ്യം സ്വാഗതം ചെയ്ത കോൺഗ്രസ് BJP സംസ്ഥാന നേതൃത്വം ഒരേ പാതയിൽ ശബരിമല വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല വിഷയം ഉയർത്തി BJPയും സംഘപരിവാർ സംഘടനകളും നടത്തിയ കലാപ നീക്കങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ് AK ആന്റണി തന്റെ അഭിപ്രായത്തിലൂടെ നടത്തിയത്. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തുചാട്ടമാണ് നടത്തിയതെന്ന് പറഞ്ഞ ആന്റണി സംഘപരിവാർ നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് സുപ്രീം കോടതി നടപടി അപക്വമാണെന്നും പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യതായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് BJPയെയും RSSന്റെയും വർഗീയതയ്ക്കെതിരെ പോരാടുമ്പോഴാണ് സംഘപരിവാറിനെ വെള്ളപൂശി AK ആന്റണി സംഘപരിവാർ സമാന നിലപാട് തുറന്നു പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. ശബരിമല വിഷയത്തിൽ തെറ്റുതിരുത്താൻ കോൺഗ്രസിന് ഇനിയും സമയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. സംഘപരിവാർ മനസ്സുള്ള ചിലർ കോൺഗ്രസിലുണ്ടെന്നും അവരാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങൾ KT സ്വാലിഹ് തരും. സ്വാലിഹ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ശബരിമല വിഷയത്തിൽ പ്രളയ സമയത്ത് കേരള ജനത ഉണ്ടാക്കിയ കൂട്ടായ്മ ഇല്ലാതാക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ചിലർക്ക് സംഘപരിവാറിനോടാണ് കൂടുതൽ കൂറ്. ഇങ്ങനെയുള്ളവരാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. അതുകൊണ്ടാണ് കോൺഗ്രസ് തെറ്റുതിരുത്താത്തത്. എന്നാൽ ഇനിയും തെറ്റുതിരുത്താൻ സമയമുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. BJP ശ്രമിക്കുന്നത് കേരളത്തിന്റെ
കൂട്ടായ്മയെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. മതേതര ബോധത്തെയും അതോടൊപ്പം കേരളം നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങളെയും ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അതിന് കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനെതിരെ കേരളത്തിലെ സ്ത്രീകൾ ഒന്നാകെ അണിനിരക്കുന്നത് നാം കണ്ടതാണ്. ഈ ഒരു ഓൽപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ കേരള ജനത ഒന്നിക്കുന്നത് നാം എല്ലാം കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിലെങ്കിലും തെറ്റുതിരുത്താൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ ഒല്ലൂരിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.